ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ബിന്ദുസ് വേൾഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നത് ഒരു ഓണം സ്പെഷ്യൽ മാങ്ങാച്ചാറുമായിട്ടാണ്. ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ്. തുടക്കക്കാർക്ക് പോലും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഇത് അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല, എങ്കിലും തുടക്കക്കാർക്കൊക്കെ വളരെ ഒരു സഹായകരമാകും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാനിവിടെ അച്ചാർ ഉണ്ടാക്കാനായിട്ട് ഒരു മാങ്ങ കഴുകിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ മാങ്ങ ഞാനിവിടെ ചെറുതായിട്ട് നുറുക്കി വെച്ചത് കണ്ടില്ലേ, ഇതുപോലെ വേണം നുറുക്കാനായിട്ട്. വളരെ കനം കുറഞ്ഞിട്ട് വേണം നമ്മൾ അച്ചാറിന് വേണ്ടിയിട്ട് മാങ്ങ നുറുക്കുമ്പോൾ. അപ്പോൾ ഞാൻ മാങ്ങ അച്ചാർ ഉണ്ടാക്കുന്നതിലേക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ അതിൻ്റെ മസാലക്കൂട്ടുകളൊക്കെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതാ ഇവിടെ ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി പൗഡർ, മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി കുറച്ച് പിക്കിൾ പൗഡറാണ് കേട്ടോ. ഇത് പിക്കിൾ പൗഡറാണ്, ഇത് ഓപ്ഷണലാണ്, വേണ്ടവർ മാത്രം കൂട്ടിയാൽ മതി. പിന്നെ കുറച്ച് മുളക് പൊടി, ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഉണ്ട്. അത് എരിവിനനുസരിച്ചൊക്കെ നിങ്ങൾ എടുക്കുക. പിന്നെ ഇത്രയും കായമുണ്ട്, മാങ്ങ ആയതുകൊണ്ട് കായം അത്യാവശ്യം വേണം. കുറച്ച് കറിവേപ്പിലയും ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ അച്ചാർ പൊടി മാത്രം ഓപ്ഷണലാണ്, ബാക്കിയെല്ലാം അതുപോലെ തന്നെ എടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് മാങ്ങയിലേക്ക് വറുത്തിടണം. കടുകും കറിവേപ്പിലയും കൂടിയും മുളകും, ചുമന്ന മുളകും കൂടി വറവിടണം. അപ്പോൾ ഞാനിവിടെ അച്ചാറിൻ്റെ കടുകും മുളകും എല്ലാം വറുത്തിടുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മാങ്ങ അച്ചാർ ആയതുകൊണ്ട് തന്നെ ഇതിലേക്ക് വെളിച്ചെണ്ണയാണ്. സാധാരണ അച്ചാറിലേക്ക് നമ്മൾ നല്ലെണ്ണയാണ് ഉപയോഗിക്കാറ്, പക്ഷെ ഞാൻ ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. സദ്യ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണയ്ക്ക് ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഇവിടെ വെളിച്ചെണ്ണയാണ് ഇതിലേക്ക് വറവിടാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഞാൻ മാങ്ങാച്ചാറിലേക്ക് വറവിടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കടുകും ഈ റെഡ് ചില്ലിയും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ അത് നമുക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ ഞാൻ ഈ നുറുക്കി വെച്ച മാങ്ങയിലേക്ക് ഞാനിവിടെ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. അത് ചേർത്തൊന്ന് ഇളക്കി വെക്കണം. അത് നേരത്തെ തന്നെ ഇളക്കി വെക്കാം കേട്ടോ, നല്ല ഉപ്പ് ചേർത്തിട്ട് ഇളക്കി വെക്കാം. അപ്പോൾ ഇവിടെ കടുകും മുളകും കറിവേപ്പിലയൊക്കെ നന്നായിട്ട് പൊട്ടി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഈ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം വേണം നിങ്ങൾ ഈ മസാലക്കൂട്ടുകളെല്ലാം അതിലേക്ക് ആഡ് ചെയ്യാൻ, ഇല്ലെങ്കിൽ കരിഞ്ഞു പോവും. അപ്പോൾ നമുക്ക് ചെറുതാക്കി ചൂട് ആക്കി എടുക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അല്ലാതെ ഇത് ഓവറായിട്ട് തീയുണ്ടായാൽ കരിഞ്ഞു പോവും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ ഗ്യാസ് ഓഫാക്കിയതിന് ശേഷമാണ് ഇതെല്ലാം എണ്ണയിലേക്കിട്ട് മൂപ്പിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ഈ മസാലക്കൂട്ടുകളെല്ലാം വീഡിയോ ഓണാക്കാൻ മറന്നുപോയി കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. ഈ മാങ്ങയിൽ ഞാൻ കുറച്ച് ഉപ്പും വെളിച്ചെണ്ണയും കൂടി ഞാൻ ഇതിൽ ചേർത്ത് കൊടുത്തിരുന്നു. അപ്പോൾ ഇനി ഇത് നല്ലപോലെ നമുക്ക് കൂട്ടി ഇളക്കി ചേർക്കാം. പിന്നെ നിങ്ങളെപ്പോഴും മാങ്ങാച്ചാർ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ മാങ്ങ അങ്ങോട്ട് ഇട്ട് മാങ്ങയെ ഒരുപാട് വേവിക്കരുത്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് പോവും. നമ്മൾ അടുപ്പിലേക്ക് ഗ്യാസിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് നഷ്ടപ്പെടും കേട്ടോ. അതുകൊണ്ടാണ് ഈ വറുത്തിട്ട ഈ കടുകും മുളകും എല്ലാം ഇതിലേക്ക് ഇങ്ങോട്ട് ഇട്ടത്, ഈ പാത്രത്തിലേക്ക്. കാരണം ഇത് അതിൻ്റെ ക്രിസ്പിനെസ് നഷ്ടപ്പെടും. നമ്മൾ ഇതിലേക്ക് ഉലുവപ്പൊടി ചേർക്കേണ്ടവർക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർത്തിട്ടില്ല. സാധാരണ ഞാൻ അച്ചാർ പൊടി കൂട്ടാറില്ല കേട്ടോ, പക്ഷേ ഇന്ന് എൻ്റെ അടുത്ത് ഉണ്ടായതുകൊണ്ട് ഒരു ടേസ്റ്റിന് ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് കൂട്ടിയതാണ്. ശരിക്കും അച്ചാർ പൊടി ഇല്ലാതെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. പക്ഷേ ടേസ്റ്റ് ഉണ്ടാവും. അച്ചാർ പൊടിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ. അപ്പം മാങ്ങാച്ചാറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി, ഒരു ദിവസം ഇരുന്ന് കഴിഞ്ഞാൽ ഇത് അടിപൊളിയാവും കേട്ടോ. അപ്പോൾ ഇതാ നല്ല അടിപൊളി മാങ്ങാച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാ എരിവും പുളിയും ഉപ്പും ഒക്കെ പാകത്തിനായിട്ടുള്ള അടിപൊളി ഓണം സ്പെഷ്യലായിട്ടുള്ള സദ്യ സ്പെഷ്യൽ മാങ്ങ അച്ചാർ ഇവിടെ റെഡി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇത് അറിയാത്തവരാരും ഉണ്ടാവില്ല, എങ്കിലും ബിഗിനേഴ്സിനെല്ലാം ഇതൊരു പുതിയ അറിവായിരിക്കും. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയാണ് ഇത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ സദ്യക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി മാങ്ങാച്ചാറാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.
അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ഓണം സ്പെഷ്യൽ മാങ്ങാച്ചാർ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്നും പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. പുതിയ ആളുകൾ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെ ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നല്ല നല്ല വീഡിയോസുമായി ഉടൻ തന്നെ വരാം. ടിൽ ദെൻ ബൈ.